നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഇന്ന് ഹെയർ ഫാൾ മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്ന് നമ്മളിപ്പം ഹെയർ ക്ലിനിക്സിൽ അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സെൻറ്ററിലൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഈ മുടി കംപ്ലീറ്റ് ആയിട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള PRP പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുക എന്നുള്ളൊരു കാര്യമൊക്കെ. അപ്പം ഇങ്ങനെ ഹെയർ ഫാൾ വരാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഈ ഒരു ഹെയർ ഫാളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് റെമഡി, അതുപോലെ തന്നെ ഇപ്പോൾ വളരെയധികം കോമൺ ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. റോസ്മേരി വാട്ടർ എല്ലാവർക്കും അറിയാം, കാരണം നമ്മളിൽ പലരും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ? എല്ലാ ദിവസവും റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണോ? അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നുള്ള ഒരുപാട് ഡൗട്ട്സ് ആളുകൾക്കുണ്ട്. അപ്പോൾ ഇന്ന് ക്ലിയർ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹെയർ ഫാള് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന്, അതായത് നമുക്ക് ജസ്റ്റ് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി മാത്രമാണ് ഈ റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് ഹെയർ ഫാൾ വരാം. അപ്പം നമ്മൾ ആദ്യം ആ ഒരു റീസൺസ് ഒക്കെ എന്ത് ചെയ്യണം, അത് നോർമലിലോട്ട് കൊണ്ടുവരണം. അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഹെയർ ഫാൾ ഉണ്ടാകുന്നത്. ഹെയർ ഫാൾ നോക്കുന്ന സമയത്ത് രണ്ട് രീതിയിലാണ് മെയിനായിട്ട് സംഭവിക്കുന്നത്. ഒന്ന്, ചില ആളുകൾ ഒരു ഏരിയയിൽ മാത്രം ഹെയർ ഫോൾ, അതായത് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. മറ്റൊന്നെന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ടോട്ടാലിസ്, കംപ്ലീറ്റ് ആയിട്ട് തലയിൽ മുടി പോവുക, അല്ലെങ്കിൽ ബാൾനെസ് ഒക്കെ വരുന്നത്. അതായത് വളരെ പ്രായമാവുന്ന സമയത്ത് ബാൾനെസ് വരുന്നത് നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഏർലി ഒരു ഏജിൽ തന്നെ, ഒരു 20+ തന്നെ ഈ ഒരു ബാൾനെസ് വരുന്ന സമയത്ത് പല റീസൺ കൊണ്ടും അങ്ങനെ വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ച് അതിനുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളും ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് റീസൺ, ഹെയർ ഫാളിനുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു റീസണാണ് എന്ത്, താരൻ വരുന്നത്. നമ്മളിൽ പലരിലും താരൻ വരിക, അല്ലെങ്കിൽ മുടിയിൽ ഈ ഡ്രൈനെസ് വരുന്നത്. നമ്മുടെ സ്കാൽപ്പിൽ ഡ്രൈനെസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അപ്പം താരൻ എന്ന് പറയുന്നത് മറ്റൊരു കണ്ടീഷനാണ്, ഡ്രൈനെസ് എന്ന് പറയുന്നത് വേറെ ഒരു കണ്ടീഷനാണ്. രണ്ടും സെയിം അല്ല. നമ്മളിൽ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. താരന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നിട്ട് തലയിൽ കുറേ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യും ഈ ഡ്രൈനെസ് വരുന്ന സമയത്ത്. അപ്പം ഡ്രൈനെസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഒരു വെളുത്ത പൊടി പോലെ. നിങ്ങളൊക്കെ ജസ്റ്റ് കോമ്പൊക്കെ ചെയ്യുന്ന സമയത്ത്, മുടിയൊക്കെ വാറുന്ന സമയത്ത് നിങ്ങളെ തലേന്ന് ഒരു വെളുത്ത പൊടി ഇങ്ങനെ പോകുന്നതാണ് ഡ്രൈ ആയിരിക്കുന്ന നമ്മുടെ സ്കാൽപ്പ്. ഡെഡ് സെൽസ് ആണ് അത്. ശരിക്കും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം നമ്മുടെ തലയിൽ നിന്ന്. അത് പോയിട്ടില്ലെങ്കിൽ, അത് പോവാതെ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ പിന്നീട് അടുത്തൊരു സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാൻഡ്രഫ് അല്ലെങ്കിൽ താരെന്ന് പറയുന്നത്. അത് ശരിക്കും വളരെ സ്കേലി ആയിട്ട്, അതായത് ഒരു പൊറ്റ പോലെ പൊളിഞ്ഞു വരും, അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള ഒരു സ്കാൽപ്പിൻ്റെ ആ ഒരു ടിഷ്യൂ എന്ന് പറയുന്നത് വളരെ കട്ടിയോട് കൂടിയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ വെളുത്ത നിറത്തിലൊരു പൊടി രൂപത്തിലായിരിക്കും ഉണ്ടാകുന്നത്. ആ ഒരു രീതിയിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡ്രൈനെസ് ഒക്കെ ആണെങ്കിൽ, നമ്മുടെ ശരീരത്തിന് വരുന്ന ഡ്രൈനെസ് ആണെങ്കിലും നമ്മുടെ ഹെയറിനെ അത് ബാധിക്കും. നിങ്ങളിപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നില്ല, ഇല്ലെങ്കിൽ നിങ്ങളൊരു AC റൂമിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം ക്ലൈമറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു ഏരിയയൊക്കെയാണെങ്കിൽ നമ്മുടെ ഫേസിലും സ്കിന്നിലും ഒക്കെ എന്ത് ഡ്രൈനെസ് വരാറുണ്ട്. അതുപോലെ തന്നെ അത് നമ്മുടെ സ്കാൽപ്പിലും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. ആ ഒരു സമയത്ത് വിറ്റാമിൻ C റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. മറ്റേ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താരനാണ്. താരൻ നമുക്ക് കണ്ടാലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ താരൻ വരുന്നതിനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്ത് ശരിയാവാത്തത് കൊണ്ടാണ്. ഗട്ട് ഹെൽത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഗട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ അത് തലയിലോട്ടും സ്കാൽപ്പിലോട്ടൊക്കെ റിഫ്ലക്ഷൻ വരും, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലോട്ട് റിഫ്ലക്ഷൻ വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നല്ല പ്രോബയോട്ടിക്സ് ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ താരന് ജസ്റ്റ് എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും പോരാ, നിങ്ങൾ ഉള്ളിലോട്ട് എടുക്കുന്ന ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഹെൽത്തിയും അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ഫുഡും ആയിരിക്കണം. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എക്സ്റ്റേണലി നിങ്ങൾക്കിപ്പം ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് അരച്ചിട്ട് നിങ്ങൾക്കൊരു പേസ്റ്റ് പോലെയൊക്കെ താരൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷേ സൈനസൈറ്റിസും കാര്യങ്ങളുള്ള ആളുകളാണെങ്കിൽ അത് കൂടുതൽ സമയം തലയിൽ വെക്കുന്നത് നല്ലതല്ല. അല്ലെങ്കിൽ നോർമൽ നിങ്ങളുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് താരനുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു ചെറിയ മസാജൊക്കെ കൊടുക്കുന്നത് നമുക്ക് ഈ താരനെ പെട്ടെന്ന് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ ഇതൊക്കെ ചെയ്തിട്ടും പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ സമീപിച്ചിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഷാംപൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസോ സെറംസോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അനീമിയാണ്. നിങ്ങൾക്ക് രക്തക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഫാള് നല്ല രീതിയിൽ വരാം. നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര വൈറ്റമിൻസും അതായത് അയൺ പോലുള്ളതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാവാം, പെട്ടെന്ന് ഹെയർ ഫാൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ക്ഷീണം അമിതമായിട്ട് വന്നേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനുള്ളൊരു മൂഡും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങളെ നെയിലൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവാം. ഇതൊക്കെ നമുക്ക് അനീമിക് ആണെങ്കിൽ നമുക്ക് ഉണ്ടാവാം. അപ്പം നമുക്ക് ഫെറിറ്റിൻ പോലുള്ള ടെസ്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ HB ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അനീമിക് ആണോ. അങ്ങനെയെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഹെയർ ഫാളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ അതൊക്കെ കുറഞ്ഞോളും. അല്ലെങ്കിൽ വിറ്റാമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസിയാണ്. വിറ്റാമിൻ ഡി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, നോർമലി നമുക്കറിയാം അതൊരു സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ആണ്. ഈ സൺലൈറ്റിൻ്റെ എക്സ്പോഷർ നിങ്ങൾക്ക് കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ അതിലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നില്ല, പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ അതായത് ചീസ് കഴിക്കുന്നില്ല, ബട്ടർ കഴിക്കുന്നില്ല, തൈര് കഴിക്കുന്നില്ല, മോര് കഴിക്കുന്നില്ല, യോഗേർട്സ് ഒന്നും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഈ വിറ്റാമിൻ ഡി എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് എത്തില്ല. അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. സീഡ്സ് നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ പംകിൻ സീഡ് ആയിക്കോട്ടെ, ചിയ സീഡ് വൈറ്റമിൻ ഡി റിച്ച് ആണ്, അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ എള്ള് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ വെള്ളക്കടലയും വിറ്റാമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. ഇതും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡിയിലോട്ട് വിറ്റാമിൻ ഡിൻ്റെ അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ വരും. വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോളിൻ്റെ ഒക്കെ ഉൽപ്പാദനം നടക്കത്തുള്ളൂ. അതായത് കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ചീത്ത കൊളസ്ട്രോൾ അല്ല, നല്ല കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ വിറ്റാമിൻ ഡിയുടെ ആവശ്യകത നമ്മുടെ ബോഡിക്കുണ്ട്. അതുപോലെ തന്നെ അയൺ ഉണ്ടെങ്കിൽ മാത്രമേ വൈറ്റമിൻ ഡിൻ്റെ അബ്സോർപ്ഷൻ നടക്കത്തുള്ളൂ. അപ്പം അയൺ ഉള്ള ഭക്ഷണങ്ങളും നിങ്ങൾ നന്നായിട്ട് കഴിക്കണം. അതുപോലെ തന്നെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കണം. അപ്പോൾ ഇത് മുടി കൊഴിച്ചിൽ മാത്രമല്ല, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കാണെങ്കിലും നഖത്തിൻ്റെ ഹെൽത്തിനാണെങ്കിലും എല്ലിൻ്റെ ഹെൽത്തിലൊക്കെ ആണെങ്കിലും വിറ്റാമിൻ ഡി നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മെയിനായിട്ടും ഇതാണ് 4 മെയിൻ പ്രധാനപ്പെട്ട കാരണങ്ങൾ. മറ്റൊന്നെന്ന് പറയുന്നത് എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അമിതമായിട്ട് മുടി കൊഴിച്ചിൽ വരിക. ഇപ്പം നിങ്ങൾ തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ചെറുപ്പം മുതലേ തൈറോയിഡ് അല്ലെ പ്രഗ്നൻസി ടൈം ആവുന്ന സമയത്ത് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന ആളുകളിൽ മുടി കൊഴിച്ചിൽ അമിതമായിട്ടുള്ള രീതിയിൽ വരാം. അല്ലെങ്കിൽ PCOD പോലുള്ള ഈ പോളിസിസ്റ്റിക് ഒവാരി ഡിസീസ്, നമ്മുടെ ഓവറീസിൽ ചെറിയ ചെറിയ സിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള രോമ വളർച്ചയും ഉണ്ടാവും. അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോകുന്നൊരു കണ്ടീഷനും PCOD എന്ന് പറഞ്ഞ കണ്ടീഷനിൽ കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തണം. അതിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നത്. അല്ലാതെ നിങ്ങൾ എന്ത് എക്സ്റ്റേണൽ അപ്ലൈ ചെയ്താലും അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും ചിലപ്പം നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഫാൾ കുറയണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകാം. അല്ലെങ്കിൽ SLE പോലുള്ള അസുഖങ്ങൾ, ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകാം. അതുപോലെ തന്നെ ഈ SLE ഉള്ള ആളുകൾക്ക് പ്രത്യേകം അവർക്ക് സൺലൈറ്റ് എക്സ്പോഷറൊന്നും പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടും അവരിൽ വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസിയും വന്നിട്ട് അവരിൽ മുടി കൊഴിച്ചിൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ മുടി കൊഴിച്ചിൽ വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാം. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റേണലി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് മാത്രമാണ് ഈ റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത്. ഈ റോസ്മേരി എന്ന് പറയുന്നത് ശരിക്കും അത് ഡ്രൈഡ് ഫോമിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് നിങ്ങൾ ഓൺലൈനിലാണെങ്കിലും ഒക്കെ ഒരുപാട് പ്രൊഡക്ട്സ് കാണുന്നുണ്ട്, റോസ്മേരി വാട്ടറിൻ്റെ പ്രൊഡക്ട്സ്. അപ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കൂടുതലായിട്ട് അത് വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ തലയിൽ ഒരു സെറായിട്ടോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ആയിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഡ്രൈനെസ്സും കുറച്ചെടുക്കാൻ പറ്റും. അതിന് ഫ്രിസി ആയി കിടക്കുന്ന ഹെയർസ് ഉണ്ടായിരിക്കും, ഭയങ്കര ചുരുണ്ടിട്ടല്ല, അത് ഭയങ്കര ആ ഒരു നോർമൽ ടെക്സ്ചർ പോയിട്ട് സ്മൂത്ത് അല്ലാതെ ഫ്രിസി ആയിട്ട് കിടക്കുന്ന ഹെയർസിനാണെങ്കിലും ഈ റോസ്മേരി കുറച്ചും കൂടി എന്തായിരിക്കും ബെറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൻ്റെ ഹെൽത്ത് അത് കുറച്ചും കൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യും. അതുകൊണ്ട് തന്നെ ഹെയർ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ റോസ്മേരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ ആണ്. അതുകൊണ്ട് ഇത് താരം കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. നമ്മുടെ തലയിൽ സ്കാൽപ്പിലൊക്കെ വരുന്ന ചെറിയ ചെറിയ പൊറ്റ പോലെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇതൊരു സ്റ്റീം ഡിസ്റ്റിൽഡ് വാട്ടർ ആയിട്ടാണ് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്പ്രേ ചെയ്യുന്നതെങ്കിൽ ഇതിന് കുറച്ചും കൂടി എഫക്റ്റും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ്
നിങ്ങൾക്ക് ഇത് തലയിൽ അപ്ലൈ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ തലയിൽ ഇത് സ്പ്രേ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പക്ഷേ ചില ആളുകൾക്ക് സൈനസൈറ്റിസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നീരിറക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് കുറേ സമയം നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്ത് വെക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ തലയിൽ സ്പ്രേ ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എസെൻഷ്യൽ ഓയിൽസ് യൂസ് ചെയ്യാം. ഓയിൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഒരു മസാജ് കൊടുക്കുകയൊക്കെ ആണെങ്കിൽ കുറേ സമയം നമ്മുടെ തലയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും. അതുമൂലം നമുക്ക് എന്ത് ചെയ്യും, ഈ ഹെയർ ഫാളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ നമ്മുടെ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. ആയുർവേദിക് ഷോപ്സിലൊക്കെ ഇതിൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെ കിട്ടും. അത് നിങ്ങൾ വാങ്ങിയിട്ട് ഉണക്കി പൊടിച്ചിട്ട് അത് നിങ്ങൾക്ക് തിളപ്പിച്ചിട്ട് ആ വെള്ളം നിങ്ങൾക്കൊരു ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ആക്കിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും ഇതിൻ്റെ അകത്തുള്ള ഒരു ആസിഡിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെ നമ്മുടെ തലയിൽ ഡെഡായി കിടക്കുന്ന സെൽസിനൊക്കെ റിമൂവ് ചെയ്തിട്ട് പുതുതായിട്ടുള്ള കോശങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുകൊണ്ട് റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ രാത്രി സമയത്ത് ഇത് തലയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്നത് രാവിലത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് ഒരു സ്പ്രേ ആയിട്ട് മാക്സിമം കൂടുതൽ സമയം നിങ്ങളുടെ തലയിൽ അടിച്ചു വെക്കുക എന്നതായിരിക്കും നല്ലത്. അപ്പം അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇത് റിമൂവ് ചെയ്യുക. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഷാമ്പുവും കാര്യങ്ങളൊന്നും നിങ്ങളെ തലയിൽ അപ്ലൈ ചെയ്യേണ്ട. ഓവറായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മളെ ഹെയർ ഫോളിക്കിൾസിനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു റെമഡി തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ കഴിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോബയോട്ടിക്സ് എടുക്കുക. omega-3 ഫാറ്റി ആസിഡ്സ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വരുന്ന നട്ട്സും കാര്യങ്ങളും കഴിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം നിങ്ങളെല്ലാവരും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ് ഇപ്പം ഓവർനൈറ്റിൽ നിങ്ങൾ ഓട്സും ചിയാ സീഡ്സും നട്ട്സും എല്ലാം സോക്ക് ചെയ്ത് വെച്ച് കഴിക്കുന്നത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് കഴിക്കുന്ന സമയത്ത് അവിടെ വൈറ്റമിൻ ഡിയും അയേണും അതുപോലെ omega-3 ഫാറ്റി ആസിഡ്സും എല്ലാം നമുക്ക് കിട്ടും. നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയർ ഗ്രോത്തിനാണെങ്കിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡിയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഹെയർ ഗ്രോത്ത് ഒക്കെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യേണ്ട രീതിയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഹെയർ ഫാൾ നിങ്ങൾ എത്ര ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ടും കുറയാത്ത ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.